മസൂദ് അസർ മരിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ്. മസൂദ് അസർ മരണപ്പെട്ടു എന്ന വാർത്തകളാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മസൂദ് അസർ മരണപ്പെട്ടുവെന്നും ബലാക്കോട്ട് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ മസൂദ് അസറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരം വാർത്തകൾ വ്യാജ പ്രചരണങ്ങളാണെന്നും മസൂദ് അസർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഇപ്പോഴത്തെ സ്ഥിരീകരണം. പാക് ഭീകര ഗ്രൂപ്പായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും കൊടും ഭീകരനുമായ മൗലാന മസൂദ് അസർ മരണമടഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാക് സർക്കാരോ സൈന്യമോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ജെയ്ഷെ മുഹമ്മദ് ഇത് നിഷേധിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മസൂദ് അസർ ശനിയാഴ്ച ഉച്ചയോടെ മരണമടഞ്ഞു എന്നാണ് അഭ്യൂഹങ്ങൾ പരന്നത്. മസൂദിന് ഗുരുതരമായ വൃക്കാരോഗമാണെന്നും പതിവായി ഡയാലിസിസ് നടത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കരളിൽ ക്യാൻസർ ആണെന്ന സൂചനകളുമുണ്ട്. ബലാക്കോട്ട് ഭീകരാക്രമണത്തിലെ ഇന്ത്യൻ ആക്രമണത്തിൽ പരിക്കേറ്റ മസൂദ് അസറിനെ ആശുപത്രിയിൽ എത്തിച്ചതാണെന്നും ഇന്നലെ മരിച്ചു എന്നുമായിരുന്നു മറ്റൊരു റിപ്പോർട്ട്. മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്നും വീട് വിട്ട് പുറത്തു പോകാനാകാത്ത വിധം രോഗബാധിതനാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇന്റർവ്യൂവിൽ സമ്മതിച്ചിരുന്നു. കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരെ കൂട്ടക്കൊല ചെയ്ത ചാവേർ ആക്രമണവും ബലാക്കോട്ടിലെ ഇന്ത്യൻ പ്രഹരവും പാകിസ്ഥാന്റെ ആക്രമണവും ഇന്ത്യൻ പൈലറ്റിന്റെ പാക് തടങ്കലും മോചനവുമൊക്കെയായി മസൂദ് അസർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മരണത്തെപ്പറ്റി അഭ്യൂഹങ്ങൾ പരന്നത്. മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നാലെ മസൂദിനെ ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം നിരവധി ഭീകരാക്രമണങ്ങളാണ് മസൂദ് ഇന്ത്യയിൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.